അതിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിക്കായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറകളെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളടക്കം ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിരിക്കുന്നതിനുള്ള വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദൈനംദിനം വിവിധമായ മാധ്യമങ്ങളിലൂടെ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന നമ്മുടെ തലമുറകളെ അതിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഈ സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കുവാൻ ഇടയുണ്ടായി തീർന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശത്ത് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെയും സഹകരണത്തെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ സന്ദേശം നമ്മുടെ സമൂഹത്തിന്, പ്രത്യേകിച്ചും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹത്തിന് വഴിയൊരുക്കുമെന്ന് ഉള്ളതിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടും അതിലേറെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദേശത്തുമായിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ സന്ദേശ യാത്രയിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഈ സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി മദ്യത്തിനും മറ്റ് മയക്കമരുന്നുകൾക്കും അടിമപ്പെട്ട ഒത്തിരി പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഈ സന്ദേശത്തിന്റെ മുമ്പാകെ അവരെ തങ്ങളെ തന്നെ താഴ്ത്തി ജീവനുള്ള ദൈവത്തെ അവർ തിരിച്ചറിയുകയും അവരുടെ ശരീരത്തെ താൽക്കാലികമായി സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, എന്നാൽ പിന്നത്തേതിൽ അവരുടെ ശരീരത്തെ കാർന്നിരുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ അതിൻ്റെതായ ഗൗരവം അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു അനുഭവത്തിന്റെ ആ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് ഞങ്ങൾ സന്തോഷത്തോടെ ഈ ദേശത്തുമായിരിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഈ സന്ദേശയാത്ര നമ്മുടെ സമൂഹത്തിന് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന്, പ്രത്യേകിച്ചും ഇത്തരത്തിൽ മയക്കുമരുന്നുകൾക്ക് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വളർന്നു വരുന്ന തലമുറകളെ രക്ഷിക്കാൻ ഈ സന്ദേശം ഒരു മുഖാന്തരമായി തീരുമെന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വാക്കുകൾ കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈനംദിനം നിങ്ങൾ വിവിധമായ മാധ്യമങ്ങൾ പരിശോധിക്കുന്നവരാണ്, കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ, അനുദിനം നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ മാനവരാശി, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ മയക്കമരുന്നുകൾക്കും മറ്റ് അധാർമിക പ്രവൃത്തികൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കി നിൽക്കുവാൻ ഏതൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പുരുഷനും കഴിയത്തില്ല. പലരും ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഈ സന്ദേശത്തെ ഒരു തെറ്റായ ചിന്താഗതിയിൽ ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട്. എന്നാൽ വളരെ പ്രാധാന്യത്തോടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സുവിശേഷ സന്ദേശം നമ്മുടെ സമൂഹത്തിന് ഒരു കാരണവശാലും ഒരു ദോഷം വരുത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, മദ്യത്തിനും മയക്കുമരുന്നിന് അടിമപ്പെട്ട് അധാർമിക പ്രവൃത്തികൾക്ക് ഏർപ്പെട്ട ഒരു കൂട്ടം തലമുറയെ നല്ല നിലയിൽ അവർക്കൊരു ശരിയായ ദിശാബോധം കൊടുത്ത് അവരെ അവരുടെ പങ്കുരമായ ജീവിതത്തിൽ നിന്ന് നല്ല സ്വഭാവത്തിനുടമകളാക്കി തീർത്തിന്നും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം. നാളിതുവരെ ഈ സുവിശേഷ സന്ദേശകരായിട്ടുള്ള പ്രിയപ്പെട്ടവർ അവർ അവരുടെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് അവർ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നതെന്നാൽ ഒരു വിപരീത മനസ്സോടുകൂടിയാണ് പലരും അത്തരത്തിലുള്ളവരെ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവരെ സമീപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മുൻവിധി കൂടാതെ ഈ സന്ദേശം നിങ്ങൾ ശ്രമിക്കുവാൻ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഈ സുവിശേഷ സന്ദേശം ഒരിക്കലും സമൂഹത്തിനും നാടിനും വീടിനും ഒരിക്കലും നാശം വിതച്ചിട്ടില്ല. ആർക്കെങ്കിലും അല്ലെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് പറയാൻ കഴിയുമോ, ഈ സുവിശേഷം കേട്ടാണ് എന്റെ മകൻ മദ്യപാനിയായത്, ഈ സുവിശേഷം കേട്ടാണ് എന്റെ സമൂഹം അധപ്പതിച്ചു പോയത്, അധാർമിക പ്രവൃത്തികൾക്ക് ഏർപ്പെട്ടതെന്ന് ഒരു വ്യക്തിക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും അത്തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ഈ സുവിശേഷത്തിന്റെ ഒരു അനുഭവത്തിൽ പറയാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. എന്ന് മാത്രമല്ല, നാളിതുവരെ ഈ സുവിശേഷ സന്ദേശം കൊണ്ട്, ഈ സുവിശേഷീകരണം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് നല്ല ഒരു
നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ്. ഞാനിത് പറയുമ്പോൾ എന്നോടൊപ്പം നിൽക്കുന്ന ചില സഹപ്രവർത്തകരുടെ ജീവിതത്തിലും അവരുടെ ചില വർഷങ്ങൾക്ക് പുറകിൽ അവരിൽ ചിലരും മദ്യത്തിന് അടിമയായിരുന്നു. മദ്യം ഉണ്ടാക്കി വിറ്റ് നടന്ന ഒരു വല്ലാത്ത സ്വഭാവത്തിന് ഉടമയായിരുന്നു ഞങ്ങളിലുള്ള ചില പ്രിയപ്പെട്ടവർ. എന്നാൽ അവർ അവരുടെ മദ്യപാനത്തിൽ നിന്നും, അവരുടെ പാപപങ്കുലമായ ജീവിതത്തിൽ നിന്നും, അവരുടെ അധാർമിക പ്രവൃത്തികളിൽ നിന്നും അവർ വിട്ടുമാറിയത് ഇത്തരത്തിൽ കവലകളിൽ സന്ദേശമായി ഇറങ്ങിത്തിരിക്കുവാൻ അവരുടെ ജീവിതത്തിൽ ഒരു മുഖാന്തരമായി തീർന്നത് ഒരിക്കലും ഏതെങ്കിലും സംഘടനയുടെ പിൻബലത്താലോ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒത്തിരി എന്താ പറയാ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പ്രവർത്തിച്ചു വരുന്ന ഇത്തരം നല്ല സംഘടനകളുണ്ട്. മദ്യത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ചു വരുന്ന നല്ല സംഘടനകളുണ്ട്, മറ്റ് ഇതര പ്രവർത്തനങ്ങളുണ്ട്. ഇതൊന്നുമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ കവലകളിൽ ഉപദേശിമാർ സന്ദേശം അറിയിച്ചപ്പോൾ ആ സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആഴ്ന്നിറങ്ങുവാൻ ഇടയുണ്ടായി തീർന്നു. യേശുക്രിസ്തു നിങ്ങളുടെ പാപപങ്കുലമായ ജീവിതത്തിൽ നിന്നും, നിങ്ങളുടെ മദ്യത്തിന്റെ ആസക്തിയിൽ നിന്നും, നിങ്ങളുടെ പാപ പ്രവൃത്തികളിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത് എന്നുള്ള ആ സത്യമായ യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുവാനിടയായി തീർന്നപ്പോൾ ആ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനായിട്ടിടയുണ്ടായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം താങ്കൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു വസ്തുത, ഞങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തിയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അധാർമിക പ്രവൃത്തികളിൽ നിന്ന്, ഞങ്ങളുടെ പാപപങ്കുലമായ ജീവിതത്തിൽ നിന്നും, ഞങ്ങളുടെ അസമാധാനത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തു എന്ന അതുല്യനായ മഹാദൈവത്തെയാണ് ഈ ദേശത്ത് ഞങ്ങൾക്ക് ഉയർത്തുവാനായിട്ടുള്ളത്. മാനവരാശിയുടെ പാപ വിമോചനത്തിന് വേണ്ടി ഇഹലോകത്തിൽ അവതരിച്ച മഹാദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് പുറകിൽ പാലസ്തീനയിൽ ഒരു കന്യകയുടെ ഉദരത്തിനകത്ത് ജഡാവതാരമായി ഇഹലോകത്തിലേക്ക് യേശുക്രിസ്തു അവതരിപ്പാനായിട്ടിടയുണ്ടായി തീർന്നു. പ്രിയപ്പെട്ടവരായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെയാണ് മാനവരാശിക്ക് പാപ വിമോചനം ഉണ്ടാകുവാൻ ഇടയുണ്ടായി തീർന്നത്. പാപ വിമോചനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ അലഞ്ഞു നടക്കുന്ന ഒരു സീസണും കൂടെയാണ് ഈ കാലഘട്ടം. നമുക്കറിയാം, പാപവിമോചനത്തിന് വേണ്ടി, അസമാധാനത്തിൽ നിന്ന് സമാധാനപൂർണമായ ജീവിതം ലഭിക്കുവാൻ വേണ്ടി പുണ്യ നദികൾ നിമജ്ജനം ചെയ്യുന്നുണ്ട്, മലകളിൽ കയറുന്നുണ്ട്, ഒത്തിരി പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുന്നുണ്ട്, യാഗങ്ങൾ, യോഗങ്ങൾ, കർമാദികൾ, കർമ്മകാണ്ഡങ്ങൾ തേടി അലയുകയാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അവന്റെ പാപത്തിന്റെ വിമോചനത്തിന് വേണ്ടി, അവന്റെ സമാധാനത്തിന് വേണ്ടി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലോ, ഭൗതികമായി അവരെ സന്തോഷിപ്പിക്കുന്ന എന്ത് നന്മയുണ്ടെന്ന് പറഞ്ഞാലോ, എത്ര വിദ്യാഭ്യാസമുണ്ടെന്ന് പറഞ്ഞാലോ മനുഷ്യന്റെ സമാധാനം ജീവിതത്തിൽ വരണമെന്നില്ല. എത്രയോ സമ്പന്നന്മാർ, എത്രയോ വിദ്യാഭ്യാസമുള്ള പ്രിയപ്പെട്ടവർ, എത്രയോ സമൂഹത്തിൽ നല്ല ഉയർന്ന തരത്തിലുള്ള ജോലിയുള്ളവർ, നല്ല വരുമാനമുള്ളവർ, അവർ അവരുടേതായ ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ജീവിതം വല്ലാതെ വഴിമുട്ടി ജീവിതം, അവർ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് എത്രയോ അനുഭവങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യം, മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്, മനുഷ്യന് നിലനിൽക്കുന്ന സമാധാനം നൽകുന്നത്, മനുഷ്യനെ അവന്റെ പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യന് വിമോചനം നൽകുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, പുണ്യനദികളിൽ നിമജ്ജനം ചെയ്താലോ, യാഗങ്ങൾ, യോഗങ്ങൾ നടത്തിയാൽ ഇതൊന്നും മനുഷ്യന് അവന്റെ പാപപങ്കുലമായ പ്രവൃത്തിയിൽ നിന്ന് മനുഷ്യന് പുറത്തു വരുവാനായിട്ട് കഴിയത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിപ്പാനായിട്ട് ഇടയുണ്ടായി തീർന്നത്. യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്ന, ചിന്തിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തു വെറും ഒരു മനുഷ്യനല്ല എന്ന് തെളിയിക്കുവാൻ ഒത്തിരി ചരിത്രങ്ങൾ തേടി നടക്കേണ്ട ഒരു ആവശ്യകതയും, ഒത്തിരി പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുവാൻ ഒരൊറ്റ വസ്തുത കൊണ്ട് ഞങ്ങൾക്ക് കഴിയും. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ
പുനരുത്ഥാനം തന്നെയാണ്. ഇതുവരെ ഉലക ചരിത്രത്തിൽ ഉദയം കണ്ട ഒരു സാമ്രാട്ടുക്കൾക്കും ഒരു ചരിത്ര പുരുഷന്മാർക്കും തന്നെ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ അറിയുന്നത് പോലെ മൈക്കൽ ജാക്സൺ എന്ന വ്യക്തി 150 വയസ്സോളം പ്രായം ജീവിച്ചിരിക്കുവാൻ വേണ്ടി ഒത്തിരി ആരോഗ്യ വിദഗ്ധരെ സമീപിച്ചു. ഒത്തിരി മരുന്നുകൾ ഇൻജക്ട് ചെയ്യുവാനിടയായി. അദ്ദേഹം കഴിക്കുന്ന ആഹാരങ്ങൾ പോലും കഴിക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും അണുബാധയുണ്ടോ മറ്റെന്തെങ്കിലും ഫാൾട്ടുകളുണ്ടോ എന്ന് നോക്കി പരിശോധിക്കുവാൻ അണിനിരന്ന് നിൽക്കുന്ന നല്ല ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, 150 വയസ്സ് വരെ ജീവിക്കുവാൻ ദൃഢനിശ്ചയം എടുത്ത് അതിനുവേണ്ടി പോരാടിയ മനുഷ്യൻ കേവലം 50 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള വ്യക്തിയായി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതുവരെ ചരിത്രം കണ്ട എത്രയെത്രയോ സാമ്രാട്ടുക്കൾ മനുഷ്യരാശിയെ സ്വാധീനിച്ച എത്രയെത്രയോ ചരിത്രകാരന്മാർ നമ്മുടെ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയുടെ കാവൽമാരാക്കിയായ മഹാത്മാഗാന്ധിജി ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിന് ജീവശില തെളിയിച്ച രാജാറാം മോഹൻ റായ് ആണെങ്കിലും എത്രയോ ചരിത്രകാരൻ എത്രയോ സാമ്രാട്ടുക്കൾ ഭൂമിയിൽ ഉദയം ചെയ്യുവാനായിട്ട് ഇടയുണ്ടായിത്തീർന്നു. പ്രിയപ്പെട്ടവർ, അവരൊക്കെ മരണം കൊണ്ട് ഈ ഭൂമിയിൽ പറഞ്ഞു പോകുവാനിടയുണ്ടായിത്തീർന്നു. ഒരിക്കലും മഹാത്മാഗാന്ധിജിയുടെ കല്ലറയ്ക്ക് മുന്നിൽ സരോജിനിയുമായോട് ചെന്ന് ഇപ്രകാരം വിളിച്ചു, അല്ലയോ ബാപ്പുജി, യേശുക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാമത്തെ ദിനം ഉയർത്തെഴുന്നേറ്റതുപോലെ അങ്ങേക്ക് ഈ കല്ലറയെ ഭേദിച്ച് മരണത്തെയും പാപത്തെയും പാതാളത്തെയും ഭേദിച്ച് അങ്ങേക്ക് പുറത്തു വരുവാൻ കഴിയുമോ എന്ന് സരോജിനിയുമായോട് വിളിച്ചു ചോദിപ്പാനിടയായി തീർന്നു. പക്ഷേ ഒരു ശബ്ദമോ ഒരു അനക്കമോ ഒരു ചലനമോ ആ കല്ലറയിൽ നിന്നോ മഹാത്മാഗാന്ധിജിയുടെ ശരീരത്തിൽ നിന്നോ പുറപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഇതുവരെ ഉലകം കണ്ട സാമ്രാട്ടുക്കളെല്ലാം മരണം കൊണ്ട് ജീവിതം അവസാനിച്ചപ്പോൾ യേശു ദൈവമാണെന്ന് ഈ ദേശത്തെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ ഞങ്ങൾക്ക് ഉറപ്പുള്ള ധൈര്യമുള്ള ആഴമേറിയ ഒരു ചിന്തയാണ് യേശുക്രിസ്തുവിന്റെ മരണയടക്ക പുനരുത്ഥാനം എന്നുള്ളത്. മൂന്നാമത്തെ ദിനം കല്ലറയെ ഭേദിച്ച് റോമൻ കാരാഗ്രഹത്തിന്റെ മുദ്രയെ ഭേദിച്ചുകൊണ്ട് ഏകദേശം 6000 പൗണ്ട് വെയിറ്റ് ഉള്ള കല്ലറയ്ക്കൽ ഉരുട്ടി വെച്ചിരുന്ന ഒരു കല്ലിനെ ഭേദിച്ചുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പാനിടയുണ്ടായിരുന്നു. ശക്തന്മാരായ 16 പടയാളികളിലധികം ആ കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു യേശുക്രിസ്തുവിന്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ വേണ്ടി. അതിനെയൊക്കെ ഭേദിച്ചാണ് യേശുക്രിസ്തു മൂന്നാമത്തെ ദിനം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയുണ്ടായിട്ടുള്ളത്. യേശു കേവലം മനുഷ്യനാണെന്ന് ചിന്തിക്കുന്ന എന്റെ വാത്സല്യ സ്നേഹിതരോട് ഉറക്കെ പറയുവാൻ ഞങ്ങൾക്ക് കഴിയും, യേശു മനുഷ്യനായിരുന്നു. പക്ഷെ യേശു കേവലം മനുഷ്യൻ മാത്രമല്ല, യേശു ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ യേശു കേവലം ഒരു പ്രവാചകൻ മാത്രമല്ലായിരുന്നു, യേശു സൗഖ്യദായകനായിരുന്നു. വിവിധമായ രോഗത്വരിതമായ ജീവിതത്തിലൂടെ കടന്നു പോയി അനേക പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് നയിച്ച ഒരു വ്യക്തി പ്രഭാവമാണ് കർത്താവ് യേശുക്രിസ്തു. 18ഉം 40ഉം ഒത്തിരി വർഷങ്ങൾ രോഗബാധിത ജീവിതം അസ്തമിച്ചു പോയ ഒത്തിരി പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു സൗഖ്യം നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനിടയുണ്ടായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ബൈബിളിന്റെ ചരിത്രത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു യൗവനക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പൂർണ്ണ സമയവും കല്ലറകളിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. സമാധാനമില്ലാതെ പൈശാചികമായി ബന്ധിക്കപ്പെട്ട് വീട്ടുകാരാലും നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് ഒരു വല്ലാത്ത പരിസ്ഥിതിയിൽ മുൻപോട്ട് പോയ ഒരു യൗവനക്കാരനെ യേശുക്രിസ്തു വിടുവിച്ച് അവന്റെ ജീവിതത്തിൽ അവന് ലഭ്യമാകേണ്ട വിദ്യാഭ്യാസം, അവന്റെ ജീവിതത്തിൽ അവന് ലഭ്യമാകേണ്ട ഭാവി ജീവിതത്തിലേക്ക് അവനെ കരം പിടിച്ചുയർത്തുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, എന്റെ ഭാവി അസ്തമിച്ചു പോയി, എന്റെ വിദ്യാഭ്യാസ ജീവിതം അസ്തമിച്ചു പോയി, എന്റെ ജീവിതം ഇവിടെ വഴിവെട്ടിപ്പോയി, അപ്പനാലും അമ്മയാലും നാട്ടുകാരാലും വീട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയുണ്ടെങ്കിൽ സ്നേഹത്തോടെ പ്രാഗൽഭ്യത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് താങ്കളോട് വിളിച്ചു പറയുവാനുള്ളത്, ഞാൻ നല്ല പ്രായത്തിലും അത്തരത്തിന്റെ ഒരു വല്ലാത്ത സ്വഭാവത്തിലും ജീവിതത്തിലും ഉടമയായിരുന്ന ഞങ്ങളെ നാടിനും വീടിനും സമൂഹത്തിനും ദൈവത്തിനും പ്രയോജനമാക്കി ഞങ്ങളുടെ ജീവിതത്തെ വാർത്തെടുത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തെ താങ്കളുടെ ഹൃദയത്തിനകത്തേക്ക് ഞങ്ങൾ വിഭാവനം ചെയ്യുകയാണ്. താങ്കളുടെ രക്ഷയ്ക്കായി, താങ്കളുടെ വിടുതലിനായി, താങ്കളുടെ ഉന്നമനത്തിനായി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്ന സമസ്ത വിഷയങ്ങളിൽ നിന്നും ഉദ്ധാരണം നൽകുവാൻ ഏക വ്യക്തി പ്രഭാവം, ഏക ദൈവം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന് നൽകപ്പെട്ട
ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് ബൈബിളിൽ ഇപ്രകാരം അസന്നിഗ്ധമായ അഭിഷിക്തന്മാർ വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിന്റെ നാമം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ പ്രാഗൽഭ്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു സന്ദേശം, മനുഷ്യനെ അവന്റെ പാപഭംഗുരമായ ജീവിതത്തിൽ നിന്ന്, അവന്റെ അസമാധാനത്തിൽ നിന്ന്, അവൻ അനുഭവിക്കുന്ന ഏത് കെടുതിയിൽ നിന്ന് അവനെ രക്ഷിച്ച് ഇഹലോകത്തിലും പരലോകത്തിലും സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം കൊടുക്കാൻ കഴിയുന്ന ഏക വ്യക്തി പ്രഭാവം കർത്താവായ യേശു ക്രിസ്തു മാത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എത്രയെത്രയോ മഹാരഥന്മാർ, എത്രയെത്രയോ സാമ്രാട്ടുകൾ ഭൂമിയിൽ ഉദയം ചെയ്യുവാനിടയായി. ആ ദൈവങ്ങളെന്ന് പറഞ്ഞും ഭൂമിയിൽ നിലയുറപ്പിച്ചവർ ഈ ലോകത്ത് നിന്ന് ചില കാലഘട്ടം കഴിഞ്ഞപ്പോൾ മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മരണത്തിന്റെ കരാള ഹസ്തത്തിന് തൂങ്ങപ്പെട്ട ഒരു വ്യക്തി പ്രഭാവത്തെയല്ല, ഒരു ചരിത്ര പുരുഷനെയല്ല, ഒരു വ്യക്തിയല്ല ഞങ്ങൾ ഉയർത്തുന്നത്. മരണത്തെയും പാപത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗോന്നതികളെ മനുഷ്യന്റെ രക്ഷയ്ക്കായി ആ പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തുവിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളാകട്ടെ, സാമ്പത്തികമായ കെടുതികളാകട്ടെ, പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രിയപ്പെട്ടവർ സാമ്പത്തികമായ ബാധ്യതയാൽ, സാമ്പത്തികമായ കെടുതിയാൽ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കാനിടയായി. വിഷക്കൊപ്പി കയ്യിലെടുത്ത് ആ വിഷം കടിച്ച് ഈ ലോകത്തിലെ ജീവിതം അവർ സ്വയമേ അവസാനിപ്പിക്കുവാനിടയുണ്ടായിരിക്കുന്നു. എത്രയെത്ര ആത്മഹത്യകൾ സാമ്പത്തിക കെടുതിയാൽ അവൻ എത്രയെത്ര പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടും. ഒരുപക്ഷെ ഈ സന്ദേശങ്ങൾ താങ്കളുടെ കുടുംബത്തിനകത്ത് ഒരുപക്ഷെ സാമ്പത്തിക കെടുതിയാൽ ഏതെങ്കിലും വ്യക്തികൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ വളരെ സ്നേഹത്തോടെ ഈ സന്ദേശം കേൾക്കുന്ന താങ്കളോട് ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശം, താങ്കൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ കെടുതിയിൽ നിന്ന്, താങ്കൾ അനുഭവിക്കുന്ന സമാധാനത്തിൽ നിന്ന്, താങ്കൾ അനുഭവിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ നിന്ന്, താങ്കൾ അനുഭവിക്കുന്ന എന്റെ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്തുവാൻ കഴിയാത്ത ഏത് വിഷയങ്ങളാകട്ടെ, അതിൽ നിന്ന് താങ്കളെ രക്ഷിപ്പാൻ കഴിയുന്ന ഏക ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ താങ്കളിലേക്ക്, താങ്കളുടെ ഹൃദയത്തിനകത്തേക്ക് ഞങ്ങൾ ഇന്നു മുതൽക്കാലം കൈമാറ്റം ചെയ്യുകയാണ്. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ സന്ദേശം എന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന വ്യക്തി പ്രഭാവം കേവലം ഭൂമിയിൽ അവതരിച്ചത് രോഗസൗഖ്യം നൽകുവാൻ വേണ്ടി മാത്രമല്ല, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകുവാൻ വേണ്ടി മാത്രമല്ല, ഭൗതികമായി മനുഷ്യന് ലഭ്യമാകേണ്ട ഏതെങ്കിലും നന്മകൾ മാത്രം നൽകി മനുഷ്യനെ ഈ ലോകത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു സന്ദേശമല്ല, ഒരു വ്യക്തി പ്രഭാവമല്ല കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനെ അവന്റെ മരണത്തിൽ നിന്നും ഉദ്ധരിച്ച് മനുഷ്യന് മരണാനന്തരം ജീവിതം നൽകുവാൻ കഴിയുന്ന ഒരു വ്യക്തി പ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ആർക്ക് പറയാൻ കഴിയും, ആർക്ക് അസന്നിഗ്ധമായി ഇത്തരത്തിൽ പ്രഖ്യാപിക്കുവാൻ കഴിയും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന്, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാമെന്ന് ഏത് മഹാരഥന്മാർക്ക് കഴിയും? പ്രിയപ്പെട്ടു, ആർക്കും കഴിയത്തില്ല. കാരണം ആരെങ്കിലും അങ്ങനെ പ്രഖ്യാപിച്ചാലും അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള യോഗ്യത അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കണം. ഇതുവരെ ഉലക ചരിത്രം കണ്ട ഒരു വ്യക്തിയും തന്നെ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ള വസ്തുത എനിക്കറിയാവുന്നതുപോലെ തന്നെ താങ്കൾക്കും അറിയാം, ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിളിച്ചു പറയട്ടെ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിങ്ങൾ താങ്കളുടെ മരണത്തിൽ ഉദ്ധരിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ കേവലം ഒരു വാക്കുകളായി ബൈബിൾ ചരിത്രത്തിൽ നിലകൊള്ളുന്നതിന്റെ പിന്നെയോ അനുഭവം കൊണ്ട് മരണത്തെ ജയിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയുണ്ടായിരുന്നു. ഈ ദേശത്തോട് സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, താങ്കളെ ആ മരണത്തിൽ ഉദ്ധരിക്കുവാൻ 70, 80, 90 സംവത്സരം മാത്രം ജീവിതമുള്ള, അല്ലെങ്കിൽ പഴക്കമുള്ള ഒരു ശരീരത്തിന്റെ ഉടമയാണ് നമ്മൾ. മനുഷ്യൻ ശരീരത്തിൽ വസിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. കേവലം വസിക്കുകയാണ് ശരീരത്തിൽ. ഈ ശരീരം ജീർണിച്ച്, അല്ലെങ്കിൽ രോഗത്തിൻ്റെതായ അനുഭവത്തിലോ അല്ലെങ്കിൽ ആ കാലപ്പഴക്കം കൊണ്ടോ ഈ ശരീരം ജീർണിച്ചു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിനപ്പുറത്ത് തേജസ്സോടുകൂടിയ, മരണമില്ലാത്ത, പാപമില്ലാത്ത, വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ഒരു ശരീരം തരുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദേശത്തോട് നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, ഈ യേശു ക്രിസ്തുവിന്റെ ഈ ഒരു അനുഭവത്തിലേക്ക്, ഇതൊരു മതത്തിന്റെ പ്രസംഗം
പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല, ഇതൊരു മാർഗത്തിന്റെ പ്രസംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു മാർഗത്തിന്റെ സന്ദേശമാണ്. മതത്തിലേക്കല്ല താങ്കളെ ഞങ്ങൾ വിളിക്കുന്നത്, സംഘടനയിലേക്കല്ല താങ്കളെ വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു സഭയിലേക്കല്ല താങ്കളെ വിളിക്കുന്നത്, മാർഗത്തിലേക്കാണ് വിളിക്കുന്നത്. യേശു ഈ ഭൂമിയിൽ മതത്തെ സ്ഥാപിച്ചിട്ടില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ 3.5 കൊല്ലത്തെ പരസ്യവേളയിൽ യേശു മത പുരോഹിതന്മാർക്കെതിരെ വിലങ്ങു വയ്ക്കുന്ന സന്ദേശങ്ങളായിരുന്നു യേശു നടത്തിയത്. യേശു പ്രകാരം പറഞ്ഞു, നിങ്ങൾ അന്നത്തെ മതപുരോഹിതന്മാരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ കടലും കരയും ചുറ്റി നടന്ന് ഒരുവനെ മതത്തിൽ ചേർക്കുകയും നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യനാക്കുന്നു എന്ന് വളരെ ആർജവത്തോടെ യേശു ക്രിസ്തു പറയുവാനിടയുണ്ടായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മതത്തിലേക്കല്ല താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഒരു മതത്തിലേക്കല്ല താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്, നിത്യമായ രക്ഷയിലേക്കാണ് താങ്കളെ ക്ഷണിക്കുന്നത്. ഒരു മതത്തിലേക്കല്ല ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നത്, താങ്കളുടെ ജീവിതത്തിൽ ഇഹലോകത്തിൽ മരുന്ന് കണ്ട്, ബന്ധനം കണ്ട്, സമ്പത്ത് കണ്ട്, ഇഹലോകത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇഹലോകത്തിൽ അവതരിച്ചു നിൽക്കുന്ന ഒന്നുകൊണ്ടും താങ്കളെ രക്ഷിപ്പാൻ കഴിയാത്ത, എന്നാൽ താങ്കളെ രക്ഷിപ്പാൻ യഥാർത്ഥമായി കഴിയുന്ന ഒരു സന്ദേശത്തിലേക്ക്, ഒരു മാർഗത്തിലേക്കാണ് താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുമ്പോൾ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം: മറ്റൊരുത്തരെ രക്ഷയില്ല. മനുഷ്യന്റെ രക്ഷയ്ക്കായി, മനുഷ്യന്റെ മോക്ഷപ്രാപ്തിക്കായി, മനുഷ്യന്റെ ആത്മസംതൃപ്തിക്കായി മനുഷ്യന് വേണ്ടി അവതരിച്ച യേശു ക്രിസ്തു എന്ന ഏക നാമം മാത്രമേ ഉള്ളൂ എന്ന് താങ്കൾ തിരിച്ചറിയുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ താങ്കളുടെ രക്ഷ ഇന്ന് പകൽക്കാലം ഉറപ്പുവരുത്തുവാനിടയായി. താങ്കളുടെ ചോദ്യം: ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത താങ്കൾ എവിടെ ചെലവഴിക്കും? ക്ഷണികമായ ജീവിതത്തിനുടമയാണെന്ന് ഞാൻ താങ്കളെന്ന് താങ്കൾ തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ മരണത്തിനപ്പുറത്ത് നിത്യമായ രക്ഷയെ, ആ ജീവിതത്തെ താങ്കൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ആ നിത്യമായ രക്ഷയെ താങ്കൾ ഇന്ന് മുതൽ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഉറപ്പുവരുത്തുകയാണെങ്കിൽ താങ്കൾക്ക് ഈ ഭൂമിയിൽ എത്ര കാലമാണ് ജീവിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം അറിയിക്കുന്ന ഞാൻ 35 വയസ്സ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന എനിക്ക് ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ, ഒരു അറ്റാക്കാണെങ്കിലോ അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥയോ ആക്സിഡന്റാലോ ഇന്ന് ഇവിടെ വീണ് മരിച്ചാൽ എനിക്ക് ഭയമില്ല. നാളെ എന്റെ ജീവനെ ദൈവം എടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമില്ല. കാരണം ഇഹലോകത്തിലെ താൽക്കാലികമായി ജീവിതത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ പ്രയത്നം അതിനു വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നത്. മരണത്തിനപ്പുറത്ത് കോടാനുകോടി യുഗം, എണ്ണിക്കൂടാൻ കഴിയാത്ത വർഷങ്ങൾ നമുക്ക് ജീവിതം തരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിലാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രത്യാശയും. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ ലോകത്തിൽ താൽക്കാലിക ലഭിക്കുന്ന ഏതെങ്കിലും ഭൗതിക നന്മകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സന്ദേശമല്ല. മനുഷ്യന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ലോകത്തിൽ ജഡാവതാരമെടുത്ത് അവതരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സന്ദേശത്തെ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരോട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്നു. താങ്കളുടെ രക്ഷയ്ക്കായി, താങ്കളുടെ മോക്ഷപ്രാപ്തിക്കായി, താങ്കളുടെ സമാധാനപൂർണമായ ജീവിതത്തിനായി, താങ്കളുടെ ആത്മരക്ഷയ്ക്കായി ഏകനാമം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുനാമം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ സന്ദേശത്തിന് അടിവരയിടുന്നു. ദൈവം താങ്കളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇവിടെ കേൾപ്പിച്ചത് മുഴു ലോകത്തെ കൽവരികളുടെ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്കുതകുന്ന രക്ഷകരുടെ സന്ദേശമാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്ന് നിങ്ങൾ അതേ ആഗ്രഹിക്കുന്ന അതിലേക്ക് ഒരു വാക്ക് ഈ സന്ദേശം ശ്രമിച്ച ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി നിങ്ങളെ സ്തുതിക്കുന്നു. നിങ്ങൾ ഭൂലോകത്തൊക്കെയും കടന്നുപോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക എന്ന തിരുവചന പ്രകാരം ഈ ദേശത്തും ഈ പ്രഭാതത്തിൽ കടന്നു വന്ന് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടി രക്ഷയെ വിളംബരം ചെയ്യുവാൻ നിങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ആരെങ്കിലും ഈ സന്ദേശം ശ്രമിച്ച യേശു ക്രിസ്തുവിൽ കൂടിയ രക്ഷയെ കാക്ഷിക്കുന്നുവെങ്കിൽ തിരുവചനം പറയുന്നത് പോലെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകി അവിടുന്ന് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. സമാധാനം ഇല്ലാത്തവരായി, രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ അടിപ്പെടാനുള്ള സൗഖ്യത്തെ നൽകി അവിടുന്ന് ആശീർവദിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇതുവരെ ഞങ്ങൾ ശബ്ദം ശ്രമിച്ച എല്ലാ ദേശനിവാസികൾക്കും ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ് മിനിസ്ട്രിയുടെ സ്നേഹ അഭിവാദ്യങ്ങളും നന്ദിയും ഞങ്ങൾ പ്രകാശ